PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാമത്തെ മൊഡ്യൂളിലെ കോപ്പറേറ്റീവ് സെക്ടർ ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ 1947. ഈ മൊഡ്യൂളിൽ വരുന്ന ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ, ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് ഇൻ 1904, Features of Cooperative Societies Act 1912, Committees and Commissions of Cooperation in India. ഇത്രയും ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽ ആയി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് വേണ്ടി. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ തീർച്ചയായും കാണണം. 1904 ആക്ട്, 1912 ആക്ട്, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്ലാസ്സസ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് സെക്ടർ ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ 1947. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് രണ്ട് തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. 1947 മുമ്പ് ഉള്ള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റും അതുപോലെ 1947 ശേഷമുള്ള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റും. 1947 മുമ്പുള്ള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 5 സ്റ്റേജുകളിലായിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഡെവലപ്പായത്. 1874-75 കാലഘട്ടങ്ങളിൽ കർഷകരുടെ സമരമായ ഡെക്കാൻ റയോട്ട്സ് നടക്കുന്നു. ഈ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചില നിയമങ്ങൾ പാസാക്കി. 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ ഡെറ്റ് റിലീഫ് ആക്ട്, 1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട്, 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്ട്. ഈ നിയമങ്ങൾക്കൊന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 1892 ഫ്രെഡറിക് നിക്കോൾസിനെ മദ്രാസ് ഗവൺമെൻറ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കുന്നു. 1899 ഫ്രെഡറിക് നിക്കോൾസൺ അവരുടെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൽ ജർമ്മനിയിലെ റേഫിഷ്യൻ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ പോലെയുള്ള ക്രെഡിറ്റ് സൊസൈറ്റികൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം എന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നു. 1901 ഫാമിൻ കമ്മീഷനും ഇതേ ഒരു റെക്കമെൻഡേഷൻ തന്നെയാണ് കൊടുത്തിരുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായി 1901 എഡ്വേർഡ് ലോയെ ചെയർമാനാക്കിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൻ്റെ രൂപീകരണത്തിന് വേണ്ടി. അങ്ങനെയാണ് 1904 ആക്ട് വരുന്നത്. 1904 ആക്ടിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി 1912 ആക്ട് വരുന്നു. ഇങ്ങനെ 1947 മുമ്പുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് 5 സ്റ്റേജുകളിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് 1904 to 1911. സെക്കൻഡ് സ്റ്റേജ് പീരീഡ് ഓഫ് ഹറീഡ് എക്സ്പാൻഷൻ 1912 to 1918. തേർഡ് സ്റ്റേജ് പീരീഡ് ഓഫ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ 1919 to 1929. ഫോർത്ത് സ്റ്റേജ് പീരീഡ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ 1930 to 1939. ഫിഫ്ത്ത് സ്റ്റേജ് പീരീഡ് ഓഫ് റിക്കവറി 1940 to 1947. ഇത്രയും കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് 1947 ശേഷമുള്ള കോപ്പറേറ്റീവ് സെക്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത് ഓരോ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലും വന്ന കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. 1951 പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയാണ്. ഹറോൾഡ് ഡോമർ മോഡൽ എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത്. കൃഷിക്കാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തിരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് കൃഷിക്കാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉണ്ടായത്. 1951 RBI അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണിത്. 1954 ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. കാർഷിക മേഖലയ്ക്ക് കോപ്പറേറ്റീവ് സെക്ടറിലുള്ള കാർഷിക മേഖലയ്ക്ക് പുരോഗതി ഉണ്ടായത് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ്. നമുക്കറിയാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. മാഗ്ന കാർട്ട ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. മാഗ്ന കാർട്ട ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. AD ഗോർവാലയായിരുന്നു ചെയർമാൻ. ഗോർവാല കമ്മിറ്റി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ്
നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്, ഇതാണ് പിന്നീട് NCDC ആയിട്ട് മാറിയത്. അതുപോലെ ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ്, ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് വളരെയധികം പുരോഗതി ഉണ്ടാക്കി. 1953 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും RBIയും കൂടി ചേർന്ന് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ആവാൻ കാരണമായി. 1956 ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് കോൺഗ്രസ് സംഘടിപ്പിച്ചു. ഇത് പാറ്റ്നയിലാണ് നടന്നത് 1956. ഇതും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായകമായി. അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സഹകരണ മേഖലയ്ക്കുണ്ടായ പുരോഗതി എന്താണെന്ന് നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വരെയുള്ള കാലഘട്ടമാണ്. PC മഹലനോബിസ് മോഡൽ എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തുണ്ടായ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ പ്രാബല്യത്തിൽ വരുത്തിയത് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. Every family in a village should be a member of at least one cooperative society. Linking of credit and non-credit societies to provide better services to the farmers was also targeted. State partnership with cooperative institutions at various levels. The plan also recommended the establishment of a National Agricultural Credit Long-Term Operation Fund. The National Cooperative Development Fund was also established by central government during this period. The Committee on Cooperative Law under the chairmanship of S.T. Raja in 1956 recommended a model bill for consideration of state government. സെക്കൻഡ് 5-year പ്ലാൻ്റെ സമയത്ത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നടന്നത്. 1956 S.T. രാജ കമ്മിറ്റി, കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട S.T. രാജ കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്ത വർഷം 1956. As a result of the recommendation of the model bill, cooperative marketing and processing of agricultural produce formed an important part of the integrated scheme of cooperative development in the second plan. ഈ ഒരു മോഡൽ ബില്ലിൻ്റെ റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് 1900 പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് സെറ്റപ്പ് ചെയ്തു. മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് എസ്റ്റാബ്ലിഷ്ഡ്, അതായത് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. നാഷണൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ നാഫെഡ് നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാഫെഡ് നിലവിൽ വന്ന വർഷം 1958 വിത്ത് ഡേറ്റ് October 2. ഗാന്ധി ജയന്തി ദിനത്തിൽ നിലവിൽ വന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ്. അടുത്തത് 1958 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഫോം ചെയ്തത്. 1858 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഫോം ചെയ്തത്. ഈ NDCയുടെ റെക്കമെൻഡേഷനിലാണ് പാക്സ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും നിലവിൽ വന്നത്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് ഫോം ചെയ്തത്. ഇതിന് മുഖ്യ പങ്ക് വഹിച്ചത് സർ മൽക്കം ഡാർലിംഗ് ആണ്. മൽക്കം ഡാർലിംഗ് കമ്മിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. മൽക്കം ഡാർലിംഗ് ചീഫ് അഡ്വൈസർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചീഫ് അഡ്വൈസറായിരുന്നു മൽക്കം ഡാർലിംഗ്. അദ്ദേഹമാണ് ഈ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെല്ലാം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ശുപാർശകൾ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് 1958 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്തത് തേർഡ് 5-year പ്ലാൻ നോക്കാം. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1961 മുതൽ 1966 വരെയാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്ട്രക്ചറും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും എല്ലാം ശക്തി പ്രാപിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദ അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ വാസ് സെറ്റപ്പ് ഇൻ 1962 ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ടു കോപ്പറേറ്റീവ്സ് ത്രൂ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ 1962 ഇന്ത്യ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത്. NCDC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1963. ഇത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത്. അതുപോലെ 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ NDDB ഫോം ചെയ്തത്.
മിർദ കമ്മിറ്റി വന്നതും 1965-ലാണ്. കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നാണ് മിർദ കമ്മിറ്റി അറിയപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തത് 1965-ലാണ്. മിർദ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എല്ലാം കോപ്പറേഷൻ്റെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നതായിരുന്നു. 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 66 മുതൽ 69 വരെ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. വാർഷിക പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായിരുന്നില്ല. 1966-ലാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിൻ്റെ ചില പ്രൊവിഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും കൂടി ബാധകമായത്. 1966 മാർച്ച് 1-നാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിൻ്റെ പ്രൊവിഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായത്. 1967-ലാണ് വാംനികോം രൂപം കൊണ്ടത്. 69 മുതൽ 74 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ സ്ലോഗനാണ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി എന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ സ്ലോഗനാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് നാലാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. 1966 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. ചെയർമാനായിരുന്നത് ബി വെങ്കിട്ടപ്പ. വെങ്കിട്ടപ്പ കമ്മിറ്റി എന്നും ഇത് അറിയപ്പെടുന്നു. 1969-ലാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിച്ചു. മൾട്ടി ഏജൻസി അപ്രോച്ച് ഓൺ റൂറൽ ക്രെഡിറ്റ്, സെറ്റിംഗ് അപ്പ് ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, എസ്റ്റാബ്ലിഷിംഗ് ആൻ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് അണ്ടർ RBI, സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, റീഹാബിലിറ്റേഷൻ ഓഫ് വീക്കർ സെൻട്രൽ ബാങ്ക്സ് ഫ്രം ഹെവി ഓവർഡ്യൂ. ഇതെല്ലാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. കൂടാതെ മിർദ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും പ്രാവർത്തികമായത് ഈ നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1974 മുതൽ 79 വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫോർമേഷനാണ്. ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോംഡ് ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1972. 1972 നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ റെക്കമെൻഡേഷനിലാണ് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്. ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ TA പൈ. അടുത്തത് ആറാമത്തെ പഞ്ചവത്സര പദ്ധതി 1979 മുതൽ 1985 വരെ പാക്സ് റീഓർഗനൈസ് ചെയ്ത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് റീഓർഗനൈസ് ചെയ്ത് മൾട്ടി പർപ്പസ് യൂണിറ്റുകളാക്കി മാറ്റാനുള്ള ശ്രമം നടന്നത് ഈ ആറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കൂടാതെ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ് ഫോം ചെയ്തത് 1982-ലാണ്. നബാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ക്രാഫിക്കാർഡിൻ്റെ ചെയർമാൻ B ശിവരാമൻ. 1981-ലാണ് നബാർഡ് ആക്ട് വന്നത്. 1982 ജൂലൈ 12-നാണ് നബാർഡ് നിലവിൽ വന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 നിലവിൽ വന്നതും ആറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റിപ്പീൽ ചെയ്തിട്ടാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. ഇതും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ലിങ്കേജ് ബിറ്റ്വീൻ കൺസ്യൂമർ സൊസൈറ്റീസ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസും മാർക്കറ്റിംഗ് സൊസൈറ്റീസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെട്ടത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കോപ്പറേറ്റീവ് ഫെഡറൽ ഓർഗനൈസേഷൻ്റെ റോള് ഇംപ്രൂവ് ചെയ്തതും ഈ ആറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കൺസോളിഡേഷൻ ഓഫ് റോൾ ഓഫ് കോപ്പറേറ്റീവ് ഫെഡറൽ ഓർഗനൈസേഷൻ. അടുത്തത് 7th 5-year പ്ലാൻ. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ ഫോർ ഡെമോക്രറ്റൈസേഷൻ ആൻഡ് പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ് വന്നത് ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് 1985. ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അർദ്ധനാരീശ്വരൻ. കൂടാതെ 1989 RBI
അപ്പോയിൻറ്റ് ചെയ്ത അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചു. ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു AM ഖുസ്രു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് 1986 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതാണ് 1989. നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്തത് ACRC ആണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൂടാതെ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ഓൾസോ റെക്കമെൻഡഡ് ബൈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. 1990 an expert committee under the chairmanship of Chaudhary Brahmaprakash was appointed by the Planning Commission. ഈ ഒരു കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിലാണ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോം ചെയ്തത്. കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1991. അടുത്തത് 8ാമത്തെ 5-year പ്ലാനാണ്. 8th 5-year plan laid emphasis on building up the cooperative movement as a self-managed, self-regulated and self-reliant institutional setup by giving it more autonomy and democratizing the movement. Self-managed, self-regulated and self-reliant institutional setup ഇതൊക്കെ 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1997 മുതൽ 2002 വരെയാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 2002. നേരത്തെ നമ്മൾ പറഞ്ഞു 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 അമെൻഡ് ചെയ്ത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആയി മാറി. നാഷണൽ കോപ്പറേറ്റീവ് പോളിസി ഫോം ചെയ്തതും 2002. നാഷണൽ കോപ്പറേറ്റീവ് പോളിസിയുടെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി 2002 മിനിസ്റ്റീരിയൽ ടാസ്ക് ഫോഴ്സ് ഫോർമുലേറ്റ് ചെയ്തു. കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് വന്നതും 2002. എ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ YK അലഗ് റെക്കമെൻഡഡ് ദ അമെൻമെൻറ്റ് ഓഫ് ദ കമ്പനീസ് ആക്ട് 1956. 1956 കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്തത് 2002. 1962 NCDC ആക്ട് അമെൻഡ് ചെയ്തതും 2002. NCDC ആക്ട് വാസ് അമെൻഡഡ് ഇൻ 2002. 2004 ഇന്ത്യ ഗവൺമെൻറ് വൈദ്യനാഥനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Government of India constituted a committee under the chairmanship of A. Vaidyanathan known as the Task Force on Revival of Cooperative Credit Institutions. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡെവലപ്മെൻറ്റിന് വൈദ്യനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് വളരെയധികം സഹായകമായി. നമ്മൾ ഇതുവരെ പഠിച്ചത് 1947 ശേഷമുള്ള കോപ്പറേറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സിലബസിലെ മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്